Okay, so we will devote this session for understanding the concept of statistical ensembles, which I told you is one of the critical concepts in the entire statistical mechanics. So we'll call this one as ensemble formalism of statistical mechanics, which was a path-breaking contribution by the physicist Gibbs, Josiah Willard Gibbs, in the beginning of 20th century. Okay, almost in the year 1902, he introduced the concept of ensembles to understand the thermodynamical properties of a system. So as you have seen that basically the Cambridge Dictionary of things defines ensemble in the way in which I have typed it over here. So ensemble is defined as a group of items. So the key word here is group of items viewed as a whole rather than individually, or a ready-made word, a replacement word for the ensembles would be a collection. പിന്നെ നമ്മൾ മുൻപോട്ടേക്ക് പഠിക്കുമ്പോൾ എൻസംബിൾ സിസ്റ്റംസ്, എൻസംബിൾ ഓഫ് സിസ്റ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, യു ജസ്റ്റ് മീൻ റീപ്ലേസ് ദ വേർഡ് എൻസംബിൾ വിത്ത് എ കളക്ഷൻ. That will be convenient. കാരണം the word ensemble may not be that much familiar to us because we are not native speakers of English. അപ്പോൾ പക്ഷേ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയയിലുള്ള ഒരാളെ സംബന്ധിച്ചോളം എൻസംബിൾ എന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് എൻസംബിൾ. എൻസംബിൾ മീൻസ് എ ഗ്രൂപ്പ് ഓർ എ കളക്ഷൻ. ഫോർ എക്സാമ്പിൾ ദേ മേ യൂസ് ഇൻ ഓർക്കസ്ട്ര ആൻഡ് ഓൾ, അല്ലേ? നമുക്ക് ഈ ഓർക്കസ്ട്ര ഒക്കെ കാണുമ്പോൾ അറിയാം, അവിടെ ഇറ്റ്സ് നോട്ട് പെർഫോംഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ, അല്ലേ? ദർ ബി സിംഗേഴ്സ്, ദർ ബി അതർ ഇൻസ്ട്രുമെന്റൽ മ്യൂസീഷ്യൻസ്, ദർ ബി എ ഗ്രൂപ്പ്, ദർ ബി എ കമ്പോസർ. ഇവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നാണ് ഓർക്കസ്ട്രയുടെ ഫൈനൽ ഔട്ട്കമായ മ്യൂസിക് പുറത്തേക്ക് വരുന്നത്, അല്ലേ? നമുക്കറിയാം, ഒരാൾ പാടാനുണ്ട്, വോക്കൽ പാടാൻ, ഒന്നോ രണ്ടോ പേര് വോക്കൽ പാടാനുണ്ടാവും. അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. ദർ ബി സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്, വയലിൻ, ഗിറ്റാർ, whatever it is. There be just other type of instruments like flute, clarinet, whatever it is. അപ്പം keyboard, so many of things. അപ്പം കുറേ അധികം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് വ്യത്യസ്ത ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ കമ്പോസർ, വെൻ ദ കമ്പൈൻ ദർ എഫേർട്സ് ടുഗെദർ യു ഗെറ്റ് ദ ഔട്ട്പുട്ട്. ദാറ്റ് വാട്ട് വി കോൾ എസ് മ്യൂസിക്, റൈറ്റ്? എന്ന് പറയുമ്പോൾ അവരവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇതാണ്, ഇത്തരത്തിലുള്ളൊരു കളക്ഷന്, അല്ലെ? ആ കളക്ഷന് പകരമായിട്ട് യൂഷ്വലി ദേ കോൾ ഇറ്റ്സ് ആൻ എൻസംബിൾ ഓഫ് മ്യൂസീഷ്യൻസ്, അപ്പോൾ എൻസംബിൾ എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം, ഐദർ യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ ഇറ്റ്സ് ഗ്രൂപ്പ്, ദാറ്റ്സ് എ പ്രോപ്പർ വേർഡ്, ഓർ യു ക്യാൻ ജസ്റ്റ് ടെൽ ദാറ്റ് ഇറ്റ്സ് എ കളക്ഷൻ. അപ്പോൾ നമ്മൾ എൻസംബിൾ എന്നുള്ള വാക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ അണ്ടർലൈങ് മീനിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കളക്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പ്രത്യേകതയുണ്ട്, എന്തിൻ്റെ കളക്ഷൻ എന്നുള്ളതിനാണ് നമ്മൾ ഈ ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. സോ ദ ഡിക്ഷണറി ഡിഫൈൻസ് എൻസംബിൾസ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് വ്യൂഡ് ആസ് എ ഹോൾ. ഇവിടെയുണ്ട് അതിന് പ്രത്യേകത, വ്യൂഡ് ആസ് എ ഹോൾ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇപ്പം ഞാൻ ഇഫ് ഐ ഗോ ബാക്ക് ടു മൈ ഓൺ എക്സാമ്പിൾ ഓഫ് എ മ്യൂസീഷ്യൻസ് എൻസംബിൾ, നമുക്കറിയാം അവിടെ ആ ഫൈനൽ ഔട്ട്കം, ആ ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്കമായ മ്യൂസിക്കിലൂടെയാണ്. വാട്ട് എ ലിസണർ ജസ്റ്റ് ലിസൺസ്, വാട്ട് ഹി എൻജോയ്സ് ഈസ് ആക്ച്വലി ദ combined effort or the holistic effort of the entire group of musicians. ഒരാളിൽ നിന്നുണ്ടാവുന്ന, ഒരു പാട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരാളുടെയോ മാത്രം കോൺട്രിബ്യൂഷനിൽ നിന്നല്ല ഒരിക്കലും ഒരു ശ്രോതാവ് അല്ലെങ്കിൽ ഒരു ആസ്വാദകൻ അനുഭവിക്കുന്ന മ്യൂസിക് കിട്ടുന്നത്, അല്ലേ? നമുക്കറിയാം, അതെല്ലാത്തിൻ്റെയും കൂടി ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ ആ എൻസംബിളിൻ്റെ പ്രത്യേകത അതാണ്, നമുക്ക് ഒരു ഗ്രൂപ്പിൻ്റെ ആകെ മൊത്തം കോൺട്രിബ്യൂഷനെ ആണ് നമുക്ക് അവസാനം അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ മൊത്തമായിട്ട് കാണുക, ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു വീക്ഷണം, അതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ എൻസംബിൾ വ്യൂ എന്ന് പറയുക. So remember that in ensemble theory we focus not on the individuals. അതാണ് ഓർക്കേണ്ടത്. Repeating it again, in the ensemble theory of statistical mechanics we do not focus on an individual micro state of the system. Slowly we are trying to bring in the terms of statistical mechanics.
ഓക്കെ, നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ മൈക്രോ സ്റ്റേറ്റിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഒരു സിസ്റ്റത്തിന് ഒരു ഗിവൺ മാക്രോ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൈവരിക്കാൻ പറ്റുന്ന അനവധിയായ വ്യത്യസ്തമായ മൈക്രോ സ്റ്റേറ്റുകളുടെ എല്ലാം കോൺട്രിബ്യൂഷനെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എൻസംബിൾ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുന്നത്. സോ റിമെമ്പർ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എനിത്തിങ് items of anything. So it can be musician, it can be anything else, it can be systems. ഈ items എന്ന് പറയുന്നത് ലിവിങ് ആവാം, നോൺ ലിവിങ് ആവാം. ഓക്കെ, റൈറ്റ്. ആൻഡ് വിച്ച് ഇസ് വ്യൂഡ് ആസ് എ ഹോൾ. അതിനെ ആകെ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ കാണുക. അതിൽ ഓരോരുത്തർക്കും പ്രത്യേകത കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാം, ബട്ട് ഓക്കെ, വി ആർ ഫോക്കസിങ് ഓൺ ദ complete picture, okay, or the holistic contribution of the collection. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ എൻസംബിൾ എന്നുള്ളത്. സോ ദാറ്റ് ഇസ് ജസ്റ്റ് ദ ഡിക്ഷണറി മീനിങ് ഓഫ് ദ വേർഡ് എൻസംബിൾ ടു സ്റ്റാർട്ട് വിത്ത്. ഓക്കെ, ഇനി നമ്മൾ മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. വീണ്ടും മുൻപ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിനൊന്നും കൂടെ ആഡ് ചെയ്യാണ്. എ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം, നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എ സിസ്റ്റം വിത്ത് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഫിസിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ജസ്റ്റ് ഇറ്റ് മീൻസ് ദാറ്റ് എ സിസ്റ്റം കംപ്രൈസിങ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലേ? നമ്മൾ ഇനി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, മാത്തമാറ്റിക്കൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് n tends to infinity. Infinity means very large, that's all. Okay, so or you know that when n tends to infinity and when v tends to infinity, okay, with the n by v remaining constant, we call that one as the thermodynamic limit, അല്ലേ? അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ എ ഗിവൺ മാക്രോ സ്റ്റേറ്റ്, എ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ എ ഗിവൺ മാക്രോ സ്റ്റേറ്റ്. നമുക്കറിയാം മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ what you can say that a macro state can be defined as some set of macroscopic constraints, right? A set of defined by a set of macroscopic constraints, അല്ലേ? I'm trying to use as many scientific terms as possible. Macroscopic constraints, limitations, അല്ലേ? ഫോർ എക്സാമ്പിൾ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഷുഡ് ബി എ കോൺസ്റ്റന്റ്, വോളിയം ഷുഡ് ബി എ കോൺസ്റ്റന്റ്, എനർജി ഷുഡ് ബി എ കോൺസ്റ്റന്റ് എന്നുള്ള 3 കൺസ്ട്രെയിൻസ്, മാക്രോസ്കോപ്പിക് കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ആ സിസ്റ്റത്തിന്റെ മാക്രോ സ്റ്റേറ്റ് NV ആണെന്ന് പറയും, അല്ലേ? മീൻസ് n should remain fixed, number of particles should remain fixed, volume should remain fixed and energy should remain fixed. ഓക്കെ, ഇത്തരത്തിലുള്ള 3 ക്വാണ്ടിറ്റീസും മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ, അല്ലേ, നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ മാക്രോ സ്റ്റേറ്റ് NVE. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെ നമുക്കറിയാം. സോ സച്ച് എ സിസ്റ്റം ആക്ച്വലി റെപ്രസെൻറ്റ്സ് തെർമോഡൈനാമിക്കലി വാട്ട് ഇസ് നോൺ ആസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മാക്രോ സ്റ്റേറ്റ് NVE എന്നുള്ള മാക്രോ സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ബ്രാക്കറ്റിൽ ഇടുന്ന എല്ലാ ക്വാണ്ടിറ്റീസും കോൺസ്റ്റന്റ് ആണ് എന്നാണ് കേട്ടോ അതിൻ്റെ ഉദ്ദേശം. നമുക്കറിയാതെ n is remaining, v is remaining and e is also remaining constant throughout the process undergone by the system. മറ്റ് വേരിയബിൾസ് ഒക്കെ മാറാം, അല്ലേ? അതായത് മേ ബി പ്രഷർ ക്യാൻ ചേഞ്ച്, മേ ബി ദ ടെമ്പറേച്ചർ ക്യാൻ ചേഞ്ച്, ബട്ട് വോളിയം ആൻഡ് എനർജി is remaining constant. So once I come back to the beginning of the particular statement, a statistical system in a given macro state at any time t, ഏതെങ്കിലും ഒരു സമയത്ത്, is equally likely to be in any one of its extremely large number of accessible micro states. രണ്ട് വാക്കുകൾ നോക്കുക. Here it is macro state and here it is what? Micro state, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഞാൻ വീണ്ടും ഒന്നുകൂടെ കൊണ്ടുവരികയാണ്. This particular idea or a concept or a belief is what is known as what? The statement of or the assumption of equal a priori probabilities, അല്ലേ? നമ്മൾ മുൻപ് കണ്ട ഫണ്ടമെന്റൽ അസംഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഒന്നാണിത്. എന്താണ്? There are actually 2 fundamental assumptions of statistical mechanics. Many are there, but many of the major 2 are, one is the statement of equal a priori probabilities. So one fundamental assumption is equal a priori probability statement, which I have reproduced it here in words. And the second one is something that I told you to read on, that is known as the ergodic hypothesis. Okay, assumption or hypothesis. ഇത് രണ്ടിലും നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റ്മെക്കിൻ്റെ എല്ലാ തിയറീസും മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. സോ ഓൾറെഡി യു നോ ദിസ് വൺ, സോ ഐ റീപ്രൊഡ്യൂസ് ഇറ്റ്. സോ എ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ എ ഗിവൺ മാക്രോ സ്റ്റേറ്റ്
at any given time t is equally likely to be in any one of its extremely large number of accessible microstate. അല്ലേ, ഇത് പറഞ്ഞു വന്നത് എന്താണ് നിങ്ങൾ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവും ഒരു പ്രത്യേക മാക്രോസ്റ്റേറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ആ മാക്രോസ്റ്റേറ്റ് സിസ്റ്റത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ. കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ പരിമിതികളാണ്. സോ ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവും ആ സിസ്റ്റത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ സിസ്റ്റത്തിന് സ്വീകരിക്കാവുന്ന അനവധിയായ മൈക്രോസ്കോപ്പിക് സ്റ്റേറ്റിലൂടെ കടന്നു പോകാനുള്ള സാധ്യതകൾ എല്ലാം തുല്യമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ സിസ്റ്റം അതിന് സ്വീകരിക്കാവുന്ന അനവധി മൈക്രോസ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കാം. ഓക്കെ, അപ്പം മേ ബി ദിസ് ഈസ് വൺ മൈക്രോസ്റ്റേറ്റ്, മേ ബി ദ പാർട്ടിക്കിൾ ഹാസ് ചേഞ്ച്ഡ് സംവെയർ ഹിയർ, പൊസിഷൻ മാറിയിട്ടുണ്ടാകും. മൈക്രോസ്റ്റേറ്റ് നമുക്കറിയാം, പൊസിഷനും മൊമെന്റവും കൃത്യമായിട്ട് പറയുന്നതിനെയാണ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അടുത്തൊരു മൈക്രോസ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് എല്ലാം മേ ബി ദാറ്റ് ഇസ് ഓൾ ഹിയർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതിലേതൊരു മൈക്രോസ്റ്റേറ്റിലും ആവാനുള്ള സാധ്യത തുല്യമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ആൻഡ് വൈ ഡു വി ബിലീവ് ഇൻ ദ ഇക്വൽ പ്രയോറി പ്രോബബിലിറ്റി? ബിക്കോസ് വി ഡു നോട്ട് ഹാവ് എനി അതർ ഇൻഫർമേഷൻ. ഓക്കെ, നമ്മൾ ഇക്വൽ പ്രയോറി പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു അസംഷനിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, ബിക്കോസ് ഇൻ ദ ആബ്സൻസ് ഓഫ് എനി അതർ വാലിഡ് ഇൻഫർമേഷൻ ദിസ് ഇസ് ഓൺലി വാട്ട് വി ക്യാൻ ഡു. മറ്റ് യാതൊരുവിധ സിസ്റ്റത്തെ പറ്റി മറ്റ് യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ലാതിരിക്കെ നമുക്ക് ആകെ എടുക്കാൻ പറ്റുന്ന ഒരു ന്യായം, അല്ലെങ്കിൽ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു അസംഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. സോ ദ ഇക്വൽ പ്രയോറി പ്രോബബിലിറ്റി ഈസ് ആക്ച്വലി what you can say that it's actually a result of our limited knowledge about the microstate of the system. ഒരു സിസ്റ്റത്തിന്റെ മൈക്രോസ്റ്റേറ്റിനെ പറ്റിയുള്ള കൃത്യമായ അറിവില്ലായ്മയിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഒരു മുൻകൂർ ജാമ്യമാണ് എന്ത് പറയുന്നത്, ഇക്വൽ പ്രയോറി പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. So actually it is just an anticipatory bail that we take regarding the microstates of a system because of our insufficient knowledge about the actual microstate. ഏതാണ് ആ സിസ്റ്റം ഏത് മൈക്രോസ്റ്റേറ്റിൽ ആയിരിക്കുകയാണുള്ളതെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു മുൻകൂർ ജാമ്യമാണ് എന്ത് പറയുന്നത്, ഇക്വൽ അപ്രയോറി പ്രോബബിലിറ്റി. അതുകൊണ്ടാണ് അവിടെ അപ്രയോറി എന്ന് പറയുന്നത്, അല്ലേ. മുൻകൂർ നമ്മൾ ഇങ്ങനെ ഒരു അസംഷൻ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ആൻഡ് ദാറ്റ് വർക്ക്സ്. ഓക്കെ, ഹൻസ് ഇറ്റ്സ് ജസ്റ്റിഫൈഡ്. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം. അപ്പോൾ ഇനി ഒരു സിസ്റ്റം ഏതൊരു മൈക്രോസ്റ്റേറ്റിലും ആവാനുള്ള സാധ്യതയുണ്ട് ഒരു ടൈം ടിയിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത എന്താണ് കാര്യം നമ്മൾ കണ്ടത്. ആസ് ദ ടൈം പാസസ്, സമയം കടന്നു പോകുമ്പോൾ ദ സിസ്റ്റം കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഫ്രം വൺ മൈക്രോസ്റ്റേറ്റ് ടു ദ അതർ. നമുക്കറിയാം സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, സിസ്റ്റം അതിൻ്റെ ഒരു പോസിബിൾ മൈക്രോസ്റ്റേറ്റിൽ നിന്നും മറ്റൊരു പോസിബിൾ മൈക്രോസ്റ്റേറ്റിലേക്ക് കടന്നു പോകാം. അതിൻ്റെ അർത്ഥം പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനും മൊമെൻറ്റവും നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കും എന്നാണ് നമ്മൾ കണ്ടത്, അല്ലേ. അപ്പോൾ പാർട്ടിക്കിൾ മാറുന്നുണ്ടാവും, ദേ ബി കൊളൈഡിങ്, ദെയർ എനർജി വേരീസ്, ഓക്കെ, ദെയർ മൊമെൻറ്റം വേരീസ്, സോ മൈക്രോസ്റ്റേറ്റ് വേരീസ്, റൈറ്റ്. സോ ഇറ്റ് മേ കണ്ടിന്യൂസ്ലി ചേഞ്ച് ഫ്രം വൺ മൈക്രോസ്റ്റേറ്റ് ടു ദ അതർ ആൻഡ് as a result in our phase space concept, as a result the system traces out, or the system point traces out, sorry, I think there is some yes, so please just neglect this particular thing, it's a retyping. So as a result of which I'm correcting it as a result of which the representative point traces out a trajectory in the phase space. നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലേ. ഒരു ഫേസ് സ്പേസ് ഫോമാലിസത്തിൽ, അത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ വളരെ വാലിഡ് ആയ ഒരു ഫോമാലിസമാണ് ഫേസ് സ്പേസ് ഫോമാലിസം, നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ മൊമെൻറ്റം എടുക്കുന്നു, ഇവിടെ ക്യൂ എടുക്കുന്നു. ഇറ്റ് ഈസ് എ 6n dimensional one actually for an n particle system. സോ ഫേസ് സ്പേസിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കണ്ടിരുന്നു, അല്ലേ. നിങ്ങൾ എപ്പോഴും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എക്സാമ്പിൾ ഓർത്താൽ മതി. അറ്റ് എ പർട്ടിക്കുലർ ടൈം ടി നമ്മൾ ഒബ്സർവേഷൻ തുടങ്ങുമ്പോൾ, ലെറ്റ് മീ സേ ദാറ്റ് ദിസ് ബി ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്. ഓക്കെ, ഇതാണ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് എന്ന് പറയുക. this each of the representative point in the phase space represents an accessible microstate. നമ്മൾ അങ്ങനെ പറഞ്ഞു, അല്ലേ. ഫേസ് സ്പേസിലെ ഓരോ സിസ്റ്റം പോയിന്റും റെപ്രസെൻറ്റേറ്റീവ് പോയിന്റും ആ സിസ്റ്റത്തിൻ്റെ
ഒരു യുണീക്ക് ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മുൻപ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇവിടെയാണെന്ന് കരുതുക, തുടക്കത്തിൽ t=0 അല്ലെ t=t1 സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഇതാണെന്ന് കരുതുക, അല്ലെങ്കിൽ സിസ്റ്റം പോയിന്റ് ഇവിടെയാണെന്ന് കരുതുക ഫേസ് സ്പേസിൽ. ഇതൊരു 1 ഡയമെൻഷൻ ഹാർമോണിക് ഓസിലേറ്റർ ആണ് എങ്കിൽ, ലൈക്ക് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ് എങ്കിൽ, നമ്മൾ മുൻപ് ക്ലാസിക്കൽ മെക്കാനിക്സ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടാവും. ഇത് ഏത് സിസ്റ്റത്തിന്റെ ഏത് അവസ്ഥയാണ് കാണിക്കുന്നത്? ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏത് അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് ഇവിടെ നോക്കൂ, ഇറ്റ് ഇസ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്, മീൻസ് ദ വാല്യൂ ഓഫ് മൊമെന്റം പി ഈസ് 0. അപ്പോൾ ഈ അവസ്ഥയിൽ പി 0 ആണ്, മൊമെന്റം 0 ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ പറയാൻ പറ്റും മാസിന്റെ വെലോസിറ്റി 0 ആണ്. സോ ദ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 0, മീൻസ് ദ സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർമോണിക് ഓസിലേറ്റർ അത് മീൻ പൊസിഷനിലായിരിക്കില്ല, അത് ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷനിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അത് ഇവിടെ ആവാനുള്ള സാധ്യതയുണ്ട്, ഇവിടെ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ക്യൂ എന്നുള്ളത് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പം സോ മീൻസ് വാട്ട്, ദ പൊസിഷൻ ഈസ് ദിസ് വൺ, ഇതാണ് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇനി ഓർത്ത് നോക്കുക, അടുത്ത ഇൻസ്റ്റന്റിൽ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതായിട്ടല്ലേ പറഞ്ഞത്. അടുത്ത ഇൻസ്റ്റന്റിൽ എന്താ പറ്റുന്നത്? ഇതിന്റെ എക്സ്ട്രീം പൊസിഷനിൽ എത്തിയിട്ട് വീണ്ടും അത് തിരിച്ചു പോകും, മീൻ പൊസിഷന് നേരെ തിരിച്ചു പോകും. തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? നമുക്കറിയാം അതിന്റെ കോർഡിനേറ്റ് കുറയണം, അതിന്റെ മൊമെന്റം കൂടണം. ഓക്കെ, സോ വാട്ട് ഷുഡ് ഹാപ്പൻ? ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. സോ യു നോ ദാറ്റ് ഈ പോയിന്റ്, ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ട പോയിന്റ്, ഇറ്റ് വിൽ ജസ്റ്റ് മൂവ് ടു ദ ഫോർത്ത് ക്വാഡ്രന്റ് വെയർ ക്യൂ ഈസ് നെഗറ്റീവ്. കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. മൊമെന്റവും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള മൊമെന്റവും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നെഗറ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് താഴേക്ക് എടുത്തത്, നമ്മൾ കണ്ടിരുന്നു. ദെൻ ഇറ്റ് മൂവ്സ് ഹിയർ. ഇനി അവസാനം സപ്പോസ് ദാറ്റ് ആഫ്റ്റർ എ ടൈം t2 എന്ന് പറയുന്ന ഒരു ടൈം എടുത്തപ്പോൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റം പോയിന്റ് സഞ്ചരിച്ച് ഇവിടെ എത്തുന്നു. ഇങ്ങനെ മനസ്സിൽ കാണുന്നു അല്ലേ, സിസ്റ്റം പോയിന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം പോയിന്റ് ഇവിടെ എത്തുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദ y ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ 0 ആണ്. സോ ഇറ്റ് ഈസ് ഇൻ ദ മീൻ പൊസിഷൻ. തീർച്ചയായിട്ടും അത് അതിന്റെ മീൻ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും, x=0 എത്തിയിട്ടുണ്ടാവും അല്ലേ. അവിടെ മൊമെന്റം മാക്സിമം ആണ്. യു നോ വൈ? ബിക്കോസ് ദ പാർട്ടിക്കിൾ ഈസ് നൗ മൂവിംഗ് വിത്ത് മാക്സിമം വെലോസിറ്റി. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്റർ അതിന്റെ മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾക്കറിയാം അതിനുശേഷം പാർട്ടിക്കിൾ എവിടേക്ക് പോകുന്നു? ദിസ് ബ്ലോക്ക് ഈസ് മൂവിംഗ് ടു ദ ലെഫ്റ്റ്. ഓക്കെ, സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണെങ്കിൽ അത് മൂവിംഗ് ടു ദ ലെഫ്റ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും വീണ്ടും ദിസ് പോയിന്റ് അഗെയിൻ മൂവ്സ്. ഓക്കെ, ഇറ്റ് മേ ബി മൂവിംഗ് ഹിയർ, ദെൻ ഫൈനലി ഇറ്റ് മൂവ്സ് ടു ദിസ് പോയിന്റ്. സോ ഇത് t3 ഇവിടെ എത്തി എന്ന് കരുതുക, t3. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ലെഫ്റ്റ് എക്സ്ട്രീമിൽ എത്തി. അവിടെ വീണ്ടും എന്താണ്? മൊമെന്റം 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് നൗ. ദെൻ യു നോ ഇറ്റ് മൂവ്സ് ബാക്ക് ലൈക്ക് ദിസ്, ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ദ മൊമെന്റം. ഓക്കെ, നോ സി മൊമെന്റം ഇൻക്രീസസ്. സോ യു നോ ദാറ്റ് ദ പോയിന്റ് സ്റ്റിൽ മൂവ്സ്. മനസ്സിൽ ഇങ്ങനെ കാണാൻ പറ്റണം, ഫേസ് സ്പേസിൽ ഈ പോയിന്റ് ഇങ്ങനെ റെപ്രസെന്റേറ്റീവ് പോയിന്റ് ആണ് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് മൂവ്സ് അഗെയിൻ ലൈക്ക് ദിസ്. ഓക്കെ, so it reaches here. What is this point meaning? It means it has again come back to the mean position, ഇവിടെ എത്തിയിട്ടുണ്ട്. Then it moves to the other extreme. So it moves like this, it moves like this and comes back. You know, you are getting, and we have proved that this particular trajectory will be an ellipse. ഈ ട്രാജക്ടറി ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ എലിപ്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള കാരണം ഇതാണ്. സോ വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു ഓർ റിമൈൻഡ് യു ഇസ് ദാറ്റ്, ഓക്കെ, ഇവിടെ ഞാൻ ഈ ട്രാജക്ടറി വരച്ചപ്പോൾ ഈ ട്രാജക്ടറിയിലെ ഓരോ പോയിന്റും സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? റെപ്രസെന്റേറ്റീവ് പോയിന്റ് ആണ്. ഈ റെപ്രസെന്റേറ്റീവ് പോയിന്റ് സമയത്തിന്റെ കടന്നുപോകലിനിടയിൽ വിത്ത് ദ ഇവല്യൂഷൻ ഓഫ് ടൈം ഈ റെപ്രസെന്റേറ്റീവ് പോയിന്റ് കടന്നു പോകുന്ന എല്ലാ പോയിന്റുകളെയും എല്ലാ റീജിയൻസിനെയും കണക്ട് ചെയ്തപ്പോഴാണ് നമുക്കൊരു ട്രാജക്ടറി കിട്ടിയത്. ആൻഡ് in StatMech, you know, each of this representative point represents a microstate. ഇതിൽ ഓരോ റെപ്രസെന്റേറ്റീവ് പോയിന്റും ഒരു മൈക്രോ സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ട്. കാരണം എന്താണ്? ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊസിഷൻ ഉണ്ടാവും, ഇതേ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റം ഉണ്ടാവും. ഇനി ഇതാണ് റെപ്രസെന്റേറ്റീവ് പോയിന്റ് എങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊസിഷൻ ഉണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഒരു മൊമെന്റം ഉണ്ട്. സോ കറസ്പോണ്ടിങ് ടു ഈച്ച് പോയിന്റ് ഇൻ ദ ഫേസ് സ്പേസ് ദർ ഈസ് എ യുണീക് വാല്യൂ ഓഫ് മൊമെന്റം ആസ് വെൽ ആസ് പൊസിഷൻ. And specifying the position and momentum of a system uniquely at every instant of time is what constitutes a microstate. അതാണ് അതിൻ്റെ മൈക്രോസ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. സോ ദ റെപ്രസെന്റേറ്റീവ് പോയിന്റ് ട്രേസസ് ഔട്ട് എ ട്രാജക്ടറി ഇൻ ദ ഫേസ് സ്പേസ്. നൗ ഇതെല്ലാം പറഞ്ഞ് നമ്മൾ എൻസെമ്പിളിലേക്കാണ് എത്തുന്നത്. സോ ഐ എം ജസ്റ്റ് റിവൈസിങ് ദ കോൺസെപ്റ്റ്സ്. ഇനി നോക്കുക, സോ ദർ ഇസ് എ ബേസിക് ബിലീഫ്.
the statistical or original behavior. സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഹേവിയർ എന്ന് പറയാൻ കാരണം എന്താണ്? ആവറേജ് അല്ലേ? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ആവറേജ് എടുത്തിട്ടുള്ള ബിഹേവിയർ ആണ്, കൃത്യമാവണമെന്നില്ല. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഹേവിയർ ആണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു സിസ്റ്റത്തിന്റെ, ഒരു ബൾക്ക് സിസ്റ്റത്തിന്റെ ഒറിജിനൽ ബിഹേവിയർ ആയിട്ട് പരിഗണിക്കുക. കാരണം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ അല്ലേ? വി ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ, നൗഡേയ്സ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഓക്കെ, we don't rely on the total number of cases. കാരണം the total number of cases reported depends on the total number of testing done, right? The total number of cases reported will depend upon the total number of testing done on that particular day. And we actually depend on whether our pandemic is showing a downward trend or upward trend. What we have to rely on. We have to rely on what is known as the test positivity rate. TPR ആണ് നമ്മൾ എപ്പോഴും നോക്കുക. The rate denotes whether it is 20% or it is 30% or it is come back to 2%. It denotes statistically whether the pandemic is slowing down or not. സോ നമുക്ക് പറയാൻ പറ്റും ആവറേജ് ബിഹേവിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ സിസ്റ്റത്തിൽ കുറേ ആൾക്കാർ, കുറേ എൻറ്റിറ്റീസ് അടങ്ങിയിരിക്കുന്നതിനകത്ത് എപ്പോഴും നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഹേവിയർ മാത്രമേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. Okay, so and we believe that the statistical behavior is representing the original behavior. Okay, so it's a very common idea that you have to keep in with. Okay, fine. So the statistical or the original behavior of a system can be obtained from the behavior of these microstates over a reasonable span of time. എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു സിസ്റ്റത്തിൻ്റെ, ഒരു വലിയ ബൾക്ക് സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, മൊത്തത്തിലുള്ള സ്വഭാവം പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സിസ്റ്റം കടന്നു പോകാൻ സാധ്യതയുള്ള മൈക്രോ സ്റ്റേറ്റുകളെയൊക്കെ പരിഗണിക്കുകയും ഒരു ആവശ്യത്തിലധികം അല്ലെങ്കിൽ ആവശ്യത്തോളം ലെങ്ത് ഉള്ള, റീസണബിൾ, സഫിഷ്യൻ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ മൈക്രോ സ്റ്റേറ്റുകളെ പരിഗണിക്കുകയും ആ മൈക്രോ സ്റ്റേറ്റുകളുടെ ആകെ മൊത്തം സ്വഭാവം, ഓക്കെ, അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആവറേജ് കിട്ടും എന്നാണ് പറയുന്നത്. So the statistical behavior of the system can be obtained from the behavior of the microstates over a reasonable span of time. വേണ്ടത്ര സമയം നമ്മൾ ഒരു സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, യു ആർ ഒബ്സർവിങ് എ സിസ്റ്റം. ഇതാണ് ഒരു സിസ്റ്റം എന്ന് കരുതുക. ഈ സിസ്റ്റത്തിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് അനുനിമിഷം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇഫ് യു ആർ പേഷ്യൻ്റ് ഇനഫ്, നിങ്ങൾ വളരെ ജസ്റ്റ് പേഷ്യൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം അതിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലും T1 എന്ന് പറഞ്ഞ സമയത്ത് ഇതായിരുന്നു മൈക്രോ സ്റ്റേറ്റ്, T2 എന്ന് പറയുമ്പോൾ മൈക്രോ സ്റ്റേറ്റ് മാറി, T3 എന്ന് പറയുമ്പോൾ മൈക്രോ സ്റ്റേറ്റ് മാറി. മൈക്രോ സ്റ്റേറ്റ് മാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒക്കെ മാറി എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന മൈക്രോ സ്റ്റേറ്റുകളിലൂടെ സിസ്റ്റം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ടത്ര സമയം, സഫിഷ്യൻ്റ്ലി ലോങ് ടൈം നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു കരുതുക. ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കിതിനെ വീഡിയോഗ്രാഫ് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, ലൈക്ക് അപ്പോൾ ഇതിനെ വീഡിയോഗ്രാഫ് ചെയ്യുമ്പോൾ ഓർ യു ടേക്ക് സ്നാപ്ഷോട്ട്സ് അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക, റൈറ്റ്, സിസ്റ്റത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഫോട്ടോയും എന്ന് പറയുന്നത് എന്തായിരിക്കും? Actually that will be denoting the accessible microstates the system is going through. ഇനി ഈ സിസ്റ്റത്തിൻ്റെ വേണ്ടത്ര ഡ്യൂറേഷനിലേക്ക് നിങ്ങൾ ഈ ഫോട്ടോസ് എടുത്തു എന്ന് കരുതുക. യു ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ hours and hours. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത്ര എണ്ണം ഈ സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റുകൾ കയ്യിൽ കിട്ടി, അതിൻ്റെ ഇമേജസ് കയ്യിൽ കിട്ടിയെന്ന് കരുതുക. ഇനി ഈ ഇമേജസ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സിസ്റ്റത്തിൻ്റെ ആകെ മൊത്തം സ്വഭാവത്തെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിന് ഞാനൊരു കുറച്ചും കൂടെ ഒരു ടോയ് മോഡൽ പറയാം. സപ്പോസ് ദാറ്റ് യു ഹാവ് got a fish tank. Okay, so this what comes to my mind all of a sudden. Okay, so you have got a aquarium, ഒരു aquarium അല്ലെങ്കിൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടെന്ന് കരുതുക. Suppose that you have got some variety of fishes there. അല്ലെ, പാർട്ടിക്കിൾസിനായിട്ട് നിങ്ങൾ ഫിഷസ് കരുതിയാൽ മതി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് ഫിഷസ് ആർ ദെയർ. Suppose that there are 5 fishes, okay, gold fish or black fish or whatever it is. Okay, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫിഷസ് ഉണ്ടെന്ന് കരുതുക, ഒരു 5 എണ്ണം ഉണ്ടെന്ന് കരുതുക. ഇനി നിങ്ങൾക്ക് ഈ മത്സ്യങ്ങളുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് ടാങ്ക് ആണ്. ഈ സിസ്റ്റത്തിലെ മത്സ്യങ്ങളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവറേജ് സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? സപ്പോസ് ദാറ്റ് വി ആർ ഗോയിങ് ഓൺ ടേക്കിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ ഫിഷസ്,
ഓഫ് ദ അക്വേറിയം, സിസ്റ്റത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു കരുതുക. ആൻഡ് വോണ്ട് യു ബി ഗെറ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് ഇമേജസ് ഓഫ് ദ സിസ്റ്റം. നിങ്ങൾക്ക് അക്വേറിയത്തിൻ്റെ കുറേയധികം നിങ്ങൾ നിങ്ങളുടെ ഗാലറി, മൊബൈലിലെ ഗാലറി തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എത്ര ഫോട്ടോസ് എടുത്തോ, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഫോട്ടോസ് എടുത്തോ, ആ ഫോട്ടോസുകളുടെ ഒരു വലിയ കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ കളക്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകതയുള്ളത്? ഓക്കെ, ഇത് കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴും എടുക്കുന്നത് അക്വേറിയം എന്ന് പറയുന്ന 5 ഫിഷുള്ള നിങ്ങളുടെ അക്വേറിയത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള, ഒരു പർട്ടിക്കുലർ വാട്ടർ ലെവലുള്ള, ഓക്കെ, 5 ഫിഷ് ഉള്ള അക്വേറിയത്തിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ എടുത്തത്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, നിങ്ങളുടെ സിസ്റ്റം ഫിക്സ്ഡ് ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾ എടുക്കുന്ന ഓരോ ഫോട്ടോഗ്രാഫിലും നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ പതുക്കെ ഇങ്ങനെ മാറി മാറി നോക്കുന്നു എന്ന് കരുതുക, അല്ലേ? ആ ഓരോ ഫോട്ടോഗ്രാഫിലും, ഓരോ ഇമേജിലും നിങ്ങൾക്കറിയാം സിസ്റ്റത്തിൻ്റെ മാക്രോ സ്റ്റേറ്റ് സെയിം ആണെങ്കിൽ പോലും അതിലെ ഓരോ ഫിഷിൻ്റെയും പൊസിഷൻ മാറിയിട്ടുണ്ടാവും, അല്ലേ? ആൻഡ് you just try to compare this example with that of a macroscopic system of gas molecules in a container. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. അവയുടെ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ ഓരോ നിമിഷം മാറിയിട്ടുണ്ടാവും, പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, അല്ലേ? അപ്പോൾ മറ്റൊരു ഫ്ലക്ച്വേഷൻ പുറത്ത് സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഇമേജസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്താണ് ആ അക്വേറിയത്തിലെ ഫിഷ് ടാങ്കിൽ ഇതിൻ്റെ ഫിഷസ് എന്ത് ചെയ്യുന്നു, ഓരോ രീതിയിൽ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ എന്താണ് സ്വഭാവം ഉണ്ടാവും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു മതി, ഈ ഫിഷ് ടാങ്കിൻ്റെ ഈ പിക്ചേഴ്സ് മാത്രം മതി. സീക്വൻസ് ഓഫ് ദിസ് ഫോട്ടോഗ്രാഫ്സ് വിൽ ടെൽ യു ദ ആവറേജ് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം ഓവർ എ റീസണബിൾ ലെങ്ത് ഓഫ് ടൈം. I hope that you get some idea. ഇനി എന്താണ് എൻസംബിൾ? ഓക്കെ, അപ്പോൾ just see the next sentence. Let's go to the next sentence. Hence, we consider the original system at a single instant of time. ഒരൊറ്റ നോട്ടത്തിന് പകരം ആ സിസ്റ്റത്തിനെ നമുക്ക് അതിൻ്റെ എന്താണ് അനവധിയായ ഇമേജസ് കൊണ്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. സോ എ സിസ്റ്റം അറ്റ് എ സിംഗിൾ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമുക്ക് ശ്രദ്ധിക്കുക, സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ടി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ നമുക്ക് അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, T1 ആ സിസ്റ്റത്തിൻ്റെ മൈക്രോസ്റ്റേറ്റ് പരിഗണിക്കുക, T2 എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റത്തിൻ്റെ സെയിം സിസ്റ്റത്തിൻ്റെ മറ്റൊരു സമയത്തുള്ള മൈക്രോസ്റ്റേറ്റ് പരിഗണിക്കുക, T3 അതിൻ്റെ തന്നെ വേറൊരു മൈക്രോസ്റ്റേറ്റ് പരിഗണിക്കുക, T4 അങ്ങനെ ഒരു മൈക്രോസ്റ്റേറ്റ് അപ് ടു Tn, വേറെ ദിസ് Tn ഈസ് സഫിഷ്യൻ്റ്ലി ലാർജ്. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ വി കൺസിഡർ ദ ഒറിജിനൽ സിസ്റ്റം അറ്റ് എ സിംഗിൾ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അതിന് പകരം സിസ്റ്റത്തിന് പകരം വി കൺസിഡർ ഇറ്റ് ആസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ്. വി വ്യൂ ദ സിസ്റ്റം at a single instant of time as a collection of large systems with the same macro state. ഇതാണ് അതിനകത്ത് പ്രത്യേകത. മാക്രോ സ്റ്റേറ്റിൽ മാറ്റമില്ല. മാക്രോ സ്റ്റേറ്റ് മാറി നമ്മുടെ സിസ്റ്റം മാറി, ബട്ട് ആർ ഇൻ ഓൾ സോർട്സ് ഓഫ് ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചാൽ, എത്ര മെമ്പർ വേണമെന്ന് പറഞ്ഞാൽ എത്ര ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ് ഒരു സിസ്റ്റത്തിന് എടുക്കാൻ പറ്റുമോ ആ മൈക്രോ സ്റ്റേറ്റുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെറ്റ് എടുക്കുക. യു ടേക്ക് എ സെറ്റ് ഓഫ് എ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ് ഓഫ് ദ ഗിവൺ സിസ്റ്റം. And that will be pretty large, almost okay, like infinity. ഒരു ഗ്യാഷ്യസ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്കറിയാം മൈക്രോ സ്റ്റേറ്റുകളുടെ എണ്ണം ഒമേഗ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണെന്ന് നമുക്കറിയാം, അല്ലേ? സോ പ്രാക്ടിക്കലി ദിസ് നമ്പർ വിൽ ബി ക്വൈറ്റ് ലാർജ്, റൈറ്റ്? So finally we have come to the definition, the statistical definition, textbook definition of what is an ensemble. So here it is. A system along with its large number of Mendel copies. See, we are using some words, or virtual copies. A system along with its large number of Mendel or virtual copies that share the same macro state. Okay, macro state same ആയിരിക്കണം. NV ആണ് ഒരു സിസ്റ്റത്തിൻ്റെ മാക്രോ സ്റ്റേറ്റ് എങ്കിൽ എല്ലാ എൻസംബിളിലെ എല്ലാ മെമ്പേഴ്സിനും സെയിം മാക്രോ സ്റ്റേറ്റ് ആയിരിക്കണം. Okay, but are in different possible microstates is called an ensemble. So just let's contemplate on that sentence again. A system along with ഒരു സിസ്റ്റവും ആ സിസ്റ്റം സ്വീകരിക്കാനിടയുള്ള എല്ലാവിധ മൈക്രോ സ്റ്റേറ്റുകളും അടങ്ങിയ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻസംബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വി ഹാവ് ടു കൺസിഡർ ഓൾ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്സ് ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റം മുൻപ് കടന്നു പോയതും ആ സിസ്റ്റം ഇപ്പോഴുള്ളതും
ആ സിസ്റ്റം ഇനി ഫ്യൂച്ചറിൽ കടന്നു പോയേക്കാവുന്നതുമായ എല്ലാവിധ മൈക്രോ സ്റ്റേറ്റുകളെയും കൂട്ടിച്ചേർത്ത് നമ്മളൊരു മെന്റൽ കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, മെന്റൽ വി ക്യാൻ ഓൺലി തിങ്ക് ഓഫ് ദാറ്റ്. ഓക്കെ, സോ ഇതൊരു റിയൽ കളക്ഷൻ ഉണ്ടാക്കുന്ന നല്ല അർത്ഥം. സോ വി തിങ്ക് ഓഫ് all the past micro states of the given system, all the present micro state of the given system, which we call as the system now, original system now, and what are the possible different micro states that system can have in future. പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒരു സിസ്റ്റം സ്വീകരിക്കാനിടയുള്ള അല്ലെങ്കിൽ കടന്നു പോകാനിടയുള്ള എല്ലാവിധ മൈക്രോ സ്റ്റേറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളക്ഷനെ പറ്റി നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് virtual collection of a system with its large number of mental copies is what we call as a statistical ensemble. Okay, so just take time to digest it. അപ്പം ഇത്രയുള്ള കാര്യം, this is only a concept. സിസ്റ്റം സ്വീകരിക്കാനുള്ള സിസ്റ്റത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും മുൻപത് കടന്നു പോയിട്ടുണ്ടാവുന്ന എല്ലാ അവസ്ഥകളെയും നമ്മൾ ഫോട്ടോഗ്രാഫ് ചെയ്യുന്നു എന്ന് കരുതുക. ഫോട്ടോഗ്രാഫ് ചെയ്യുന്നൊന്നുമില്ല, ബട്ട് വി തിങ്ക് ഓഫ് ദാറ്റ് ബിക്കോസ് ഹ്യൂമൻ ഇമാജിനേഷൻ ക്യാൻ ഡു എനിത്തിങ്. ദാറ്റ്സ് വണ്ടർഫുൾ, റൈറ്റ്? സോ നമ്മൾ ഇതിനെല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടം എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കളക്ഷൻ ഓഫ്, അപ്പോൾ എല്ലാ ഈ സിസ്റ്റം കാണുമ്പോഴെല്ലാം എന്തായിരിക്കും, ഈ ഗ്രൂപ്പുകളെല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ടാവുക. കാരണം അതിൻ്റെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി സെയിം ആണ്. പക്ഷേ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇത് ഓരോന്നും ഫോട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഫിഷ് ടാങ്കിൻ്റെ വ്യത്യസ്ത സമയങ്ങളിലുള്ള ഫോട്ടോ, ഒരു ക്ലോസ് ഒബ്സർവേഷനിൽ മാത്രമേ ഇത് ഡിഫറെൻറ്റ് അവസ്ഥയാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ നോക്കുക, നിങ്ങൾ ക്ലോസ് ഒബ്സർവ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നിയ എന്താണ്, ഇത് ഫിഷ് ടാങ്ക് ഈസ് ദ ഫിഷ്, സെയിം ഇൻ ഓൾ ദ ഇമേജസ് ദാറ്റ് യു ടേക്കൺ ഓവർ ദ ടൈം. But you know that microscopically this system is having difference. So that's what we call. So this collection is what is known as what? Ensemble. And mathematically speaking, a statistical ensemble is a probability distribution of the system. So we come to a very mathematical statement. A statistical ensemble is a probability distribution of the system. ഒരു സിസ്റ്റത്തിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് ഒരു എൻസംബിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം എന്താണ് അല്ലേ, ഒരു സിസ്റ്റം ഏത് അവസ്ഥയിലാണോ ആയിരിക്കാൻ സാധ്യതയുള്ളത് ആ സാധ്യതകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളക്ഷനെയാണ് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസംബിൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസംബിൾ ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ സാധ്യതകളുടെ കൂട്ടമാണ് എന്ന് പറയാൻ പറ്റും അല്ലേ. ആ സാധ്യതകൾ ചിലപ്പോൾ ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ പൊസിഷനിലാവാൻ സാധ്യത കൂടുതലുണ്ടെങ്കിൽ അവിടെ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റം. വി ആർ ഗോയിങ് ടു സീ ദാറ്റ് വൺ. Okay, അപ്പോൾ a statistical ensemble is a probability distribution of the system, and as I told you that this concept, this revolutionary concept was introduced by Gibbs in the year 1902, the very beginning of the 20th century. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് സെൻറ്റൻസുകളാണ് ശരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. സോ ദ ഫസ്റ്റ് വൺ ഈസ് എ റിയൽ ഡെഫിനിഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ മാത്തമാറ്റിക്കൽ വേർഷൻ ഓഫ് ദാറ്റ് ഡെഫിനിഷൻ. ഓക്കെ, സോ I think that I'm able to convey some idea regarding what actually is ensemble. Slowly we will see, okay, in the coming hours or sessions that how this concept can be just used practically in studying the thermodynamical properties of a system. All right. Okay, I don't know whether it's the same thing that you understood on reading. Let me come back to you for some interaction. Yes, all right. Yes, okay, hope all of you are there now. Yeah. Okay. Yeah, Smita, you have joined. Okay, fine, good. Anuja? Sir. Anuja, okay. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് is it giving you some picture about what we are going to talk about? ഞാൻ പറയുന്നതിൻ്റെ ഒരു ആശയം മനസ്സിലാവുന്നുണ്ടോ? ഐ എം ജസ്റ്റ് മൂവിങ് എ ബിറ്റ് ഫാസ്റ്റ് ബിക്കോസ് യു ഓൾറെഡി റെഡ് ഇറ്റ്. ഓക്കെ അല്ലേ? ഒരു ഓക്കെ ഫൈൻ. ഓക്കെ റൈറ്റ്. യെസ് യാ റൈറ്റ്. ഐ എം നോട്ട് കോളിംഗ് സിസ്റ്റർ. യാ മയൂഖ. ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ കിട്ടുന്നുണ്ടോ? എന്താണ് ഒരു എൻസംബിൾ എന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ, യെസ്. Anyway, see, let me tell you one thing that you have to reflect on what I was telling. നിങ്ങൾ ഈ എൻ്റെ സജഷൻ ഇതാണ്, സ്ലൈഡുകളുടെ ഒന്ന്
വേണമെങ്കിൽ സ്ക്രീൻഷോട്ട്സ് നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കംപ്ലീറ്റ്ലി റൈറ്റിംഗ് ആയിട്ടുള്ള സ്ലൈഡുകളുടെ സ്ക്രീൻഷോട്ട്സ് ഒന്ന് എടുക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ വായിച്ചതും ഇപ്പോൾ കേട്ടതും ഒക്കെ, കാരണം ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഹൗ മച്ച് ഐ എം ഏബിൾ ടു കൺവേ നൗ. നിങ്ങൾ ആ സ്ക്രീൻഷോട്ടിലെ ഓരോ പോയിന്റും സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലൊന്ന് കണ്ടുവരിക. I want all of you to get almost the same picture regarding ensembles, because mostly that is a very poorly understood concept, even though mathematics can be done on that one. Okay, conceptual നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു സിസ്റ്റം ഇത്രയേ ഉള്ളൂ. ആകെ പറഞ്ഞാൽ എന്താണ് എൻസെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ എ നട്ട്ഷെൽ ഇത്രയാണ്. ഒരു സിസ്റ്റം ഒരു ഗിവൺ മാക്രോ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എത്രയൊക്കെയോ മൈക്രോ സ്റ്റേറ്റുകളിലൂടെ സമയത്തിൻ്റെ കടന്നുപോകലിനിടയിൽ കടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലെല്ലാ സ്റ്റേറ്റിലും ആവാനുള്ള സാധ്യത ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ തുല്യമാണെന്നാണ് ഇക്വലോ പ്രയോറി പ്രോബബിലിറ്റി പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തെയും, സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു ഏതൊരു സമയത്ത് നമ്മൾ കാണുന്ന എന്തിനെയോ ആണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷവും സിസ്റ്റത്തിൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റത്തെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം ഒബ്സർവ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ ആ സിസ്റ്റം അനുനിമിഷം അതിന് സ്വീകരിക്കാൻ പറ്റുന്ന വ്യത്യസ്ത മൈക്രോ സ്റ്റേറ്റുകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഇനി ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എക്സ്റ്റേണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലാ മൈക്രോ സ്റ്റേറ്റുകളുടെ എല്ലാം ഒരു ആകത്തുകയായിരിക്കണമല്ലോ. അതാണ് നമ്മുടെ സാധാരണ ബിഹേവിയർ അല്ലേ? നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ കോൺസ്റ്റുവൻസിൻ്റെയും ഒരു എന്താണ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് നമ്മുടെ എക്സ്റ്റേണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ എക്സ്റ്റേണൽ തെർമോഡൈനാമിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സിസ്റ്റം വ്യത്യസ്ത സമയങ്ങളിൽ സ്വീകരിക്കാനിടയുള്ള എല്ലാ മൈക്രോ സ്റ്റേറ്റുകളുടെയും കൂടെ ഒരു കമ്പൈൻഡ് റിസൾട്ട് ആയിരിക്കും നമ്മുടെ സിസ്റ്റത്തെ കാണപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ആകെ മൊത്തത്തിലുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെൻ്റൽ പിക്ചർ ഉണ്ടാക്കാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് എ മാത്തമാറ്റിക്കൽ സെറ്റ്. ഓക്കെ, ആ സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക? ഇറ്റ് വിൽ ഹാവ് എ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ മാത്തമാറ്റിക്കൽ സെറ്റ്. ഓക്കെ, അതിലെ സെറ്റിലെ എലമെന്റ്സ് എന്തൊക്കെ ഉണ്ടാവുക? ഓരോ എലമെന്റും ഈ സിസ്റ്റത്തിന്റെ ഓരോ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ് ആയിരിക്കും. സിസ്റ്റത്തിന്റെ എല്ലാ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സെറ്റ്, മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് സെറ്റ് ഓഫ് ഓൾ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ് ആസ് ദ എലമെന്റ്സ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് ആൻ എൻസെമ്പിൾ. മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ അങ്ങനെ പറയാം. സോ സാധാരണഗതിയിൽ ഈ എൻസെമ്പിളിലെ ഓരോ മെമ്പറുകളെയും സ്റ്റാറ്റിസ്റ്റിക്കൽ ലാംഗ്വേജിൽ നമ്മൾ വിളിക്കുക എലമെന്റ്സ് ഓഫ് ദ എൻസെമ്പിൾ എന്നാണ്. എലമെന്റ്സ് ഓഫ് ദ എൻസെമ്പിൾ, എലമെന്റ് എന്ന് പറയുന്നത് സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്, സെറ്റിലെ ഓക്കെ മെമ്പർ ഓഫ് ദ സെറ്റ് എന്നുകൊണ്ടാണ് എലമെന്റ്സ് ഓഫ് ദ എൻസെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈച്ച് മെമ്പർ ഓഫ് ദ എൻസെമ്പിൾ ഈസ് യൂഷ്വലി നോൺ ആസ് ആൻ എലമെന്റ് ഓഫ് ദ എൻസെമ്പിൾ, and each element of the ensemble represents an accessible microstate of the system. That's okay, the idea that I wanted to convey you. Okay, fine. So it's almost, you can see that it's almost 10:24, right? So let me just brush up. Okay, something more. Finally, we will wind up. Okay, so that's all what I have to tell you about ensemble. Now, coming to നിങ്ങൾക്ക് ഇനി മുമ്പോട്ടേക്ക് വായിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ വായിക്കാനും കൂടിയുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഐ തിങ്ക് ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ദ സെഷൻ ടുഡേ. സോ എൻസെമ്പിൾ എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ വാട്ട് ആർ ദ ടൈപ്സ് ഓർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസെമ്പിൾസ്. എൻസെമ്പിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ലോജിക്ക് ഞാൻ നിങ്ങളോട് പറയാം തുടക്കത്തിൽ. എന്തിനാണ് എൻസെമ്പിൾസ്, നമ്മൾ എൻസെമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇനി എന്തിനാണ് എൻസെമ്പിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ ലെറ്റ് മീ ടേക്ക് യു ബാക്ക് ടു അവർ ബേസിക് തെർമോഡൈനാമിക്സ്. നമ്മൾ ബേസിക് തെർമോഡൈനാമിക്സിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിരുന്നു, നമ്മൾ ആദ്യം എന്താ ചെയ്തത്? തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം, നിങ്ങളത് കെമിസ്ട്രിയിൽ പഠിച്ചാലും ഫിസിക്സിൽ പഠിച്ചാലും നമ്മൾ ആദ്യം തുടങ്ങുന്നത് 2 വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഏതാ വാക്കുകൾ? ടെൽ മീ Chaitra, which are the 2 words that we usually introduce in the very beginning of the study of thermodynamics? Yeah, sure. No, I'm okay. That's okay. What I'm talking about is the very fundamental. ഒരു തെർമോഡൈനാമിക്സ് നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ടല്ല ഇപ്പോൾ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ സിംഗിൾ വേർഡ് എന്നാണ് എനിക്കറിയേണ്ടത്. നമ്മളതിനെ അത്രത്തോളം പരിചിതമായി കഴിയുമ്പോൾ അത് നമ്മൾ പരിഗണിക്കാറ് പോലും ഇല്ല.
ഏത് വാക്കായിരിക്കും തെർമോഡൈനാമിക്സ് തുടങ്ങുമ്പോൾ? യാ, യെസ്, ഐ നീഡ് ഇറ്റ് ഓൺലി, ദാറ്റ്സ് ഓൾ. ഓക്കെ, നത്തിങ് മോർ. ഇതാണ് കേട്ടോ. ദിസ് ഈസ് ദ സിംഗിൾ വേർഡ് ദാറ്റ് ഈസ് അവർ കോർ ഫോക്കസ് ത്രൂ ഔട്ട് തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. നമ്മളിതിനെങ്ങനെ നിരന്തരമായിട്ട് ഉപയോഗിച്ച് നമ്മളെന്താണ് അവരെ പറ്റി മറന്നുപോകും. ഓക്കെ, ദാറ്റ്സ് ദ തിങ്. സിസ്റ്റം, ദ വേർഡ് ഈസ് സിസ്റ്റം അല്ലേ? നമ്മളെപ്പോഴും തെർമോഡൈനാമിക്സിൽ തുടങ്ങുമ്പോൾ വി ഡിഫൈൻ വാട്ട് ഈസ് നോൺ എ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, യു നോ ദാറ്റ്. ഓക്കെ, വേർ എവർ വി ആർ കോൺസെൻട്രേറ്റിംഗ് അവർ ഫോക്കസ്, നമ്മുടെ ശ്രദ്ധ എവിടെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലേ? ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ പുറത്തുള്ള എല്ലാത്തിനും നമ്മൾ യൂണിവേഴ്സ് വിളിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ വളരെ വിശാലമായ ഒരു പാർട്ടിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി ആ സിസ്റ്റത്തെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്തായിരിക്കണം? നമ്മൾ ആ സിസ്റ്റത്തെ മാറ്റി നിർത്തണം യൂണിവേഴ്സിൽ നിന്നും. സിസ്റ്റത്തെ യൂണിവേഴ്സിൽ നിന്നും മാറ്റി നിർത്തിയാലേ നമുക്ക് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി കിട്ടൂ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു യൂണിവേഴ്സിന്റെ ആയിട്ടുള്ള പ്രോപ്പർട്ടിയെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും തുടങ്ങുന്ന സിസ്റ്റത്തിലാണ്. ആൻഡ് ഇൻ തെർമോഡൈനാമിക്സ്, ഹോപ്പ് യു റിമെമ്പർ, ഐ എം ടേക്കിംഗ് യു ബാക്ക് ടു ദ ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് വൺസ് അഗെയിൻ. ഓക്കെ, നമ്മൾ ആദ്യം സിസ്റ്റത്തെ പഠിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു വെച്ചു. തെർമോഡൈനാമിക്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തെ പഠിക്കുകയാണ്, സിസ്റ്റത്തിന്റെ സ്വഭാവത്തെ പറ്റി പ്രെഡിക്ഷൻസ് നടത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. സിസ്റ്റത്തെ പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ടെൽ മീ, വാട്ട് ഡിഡ് യു ഡു? അനഘ, പ്ലീസ്, ക്യാൻ യു കോൺട്രിബ്യൂട്ട്? Yes, exactly. ഓക്കെ, നമ്മൾ ആദ്യം സിസ്റ്റത്തെ പഠിക്കാൻ വേണ്ടി എന്തൊരു സാധനം, ദാറ്റ്സ് എ മെത്തേഡ് ഓഫ് സയൻസ്. നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡൗട്ട്സ് എല്ലാം മാറും. ഓക്കെ, ദാറ്റ്സ് എ മെത്തേഡ് ഓഫ് സയൻസ് ഇസ് ദാറ്റ് എന്തെങ്കിലും ഒന്നിനെ പറ്റി നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യുക ആ ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റി ആദ്യം ക്ലാസിഫൈ ചെയ്യും. ആ എൻറ്റിറ്റിക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യും. Okay, that is what you are doing in every case. No, you are studying about energy. Then the next thing is that after defining energy, you go on classifying energy, kinetic energy or mechanical energy, electrical energy, wind energy, whatever it is. Okay, see, you are studying about you see that just living things. You divide it into plants. Okay, no, you divide it into animals. Okay, so everywhere. അല്ലെ, ബയോളജിയിലൊക്കെ മുഴുവൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ കാരണം അല്ലേ, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ കിങ്ഡം, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് വാട്ട് എവർ ദ ലാംഗ്വേജ്. അപ്പോൾ അതിനെല്ലാം കാരണം ദാറ്റ്സ് എ മെത്തേഡ് ഓഫ് സയൻസ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഒരു മെത്തഡോളജി പഠിക്കാൻ ആഗ്രഹിക്കുക, ആദ്യം നമ്മൾ ചെയ്യുക അതിന് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടെന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തെർമോഡൈനാമിക്സിൽ സിസ്റ്റത്തെ പറ്റി പറഞ്ഞതിന് ശേഷം, സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത് ചെയ്തത് ഒരു സിസ്റ്റം ഏതൊക്കെ രീതിയിലായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പഠിച്ചു. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു ദ സിസ്റ്റം ക്യാൻ ബി ഐസൊലേറ്റഡ്, ദ സിസ്റ്റം ക്യാൻ ബി ക്ലോസ്ഡ്, ദ സിസ്റ്റം ക്യാൻ ബി ഓപ്പൺ. വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ട് 3 രീതിയിൽ സിസ്റ്റങ്ങൾ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇനി സിസ്റ്റം ഐസൊലേറ്റഡ് ആവാം, ക്ലോസ്ഡ് ആവാം, ഓപ്പൺ ആവാം. ഇനി ഐസൊലേറ്റഡ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു വെച്ചു അല്ലേ? എന്താണ് ഐസൊലേറ്റ് ആവാനുള്ള കണ്ടീഷൻ? നോ എനർജി എക്സ്ചേഞ്ച്, നോ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് അല്ലേ? നോ എനർജി എക്സ്ചേഞ്ച്, നോ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച്. ഇനി ക്ലോസ്ഡ് ആവുമ്പോൾ എന്താണ്? നോ എനർജി എക്സ്ചേഞ്ച്, നോ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച്, ബട്ട് ദർ ക്യാൻ ബി എനർജി എക്സ്ചേഞ്ച്. ഓപ്പൺ ആകുമ്പോൾ ദർ ഇസ് നോ കൺസ്ട്രെയിൻസ്, ബോത്ത് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് എനർജി എക്സ്ചേഞ്ച് ഇസ് വാട്ട് പെർമിറ്റഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് ആവുകയോ ക്ലോസ്ഡ് ആവുകയോ ഓപ്പൺ ആവുകയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ സിസ്റ്റത്തിന്റെ ബൗണ്ടറിയുടെ സ്വഭാവവുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ കൂട്ടിച്ചേർത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോ സിസ്റ്റത്തിൻ്റെയും സ്വഭാവങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചപ്പോഴൊക്കെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പഠിച്ചത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്തായിരുന്നു? നമുക്ക് ഏതൊരു സിസ്റ്റം കിട്ടിയാലും ആ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി പ്രെഡിക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം അറിയണം ഈ സിസ്റ്റത്തിന് ഐസൊലേറ്റഡ് ആണോ, ഈ സിസ്റ്റം ക്ലോസ്ഡ് ആണോ, ഈ സിസ്റ്റം ഓപ്പൺ ആണോ. അതിനനുസരിച്ചുള്ള പ്രോപ്പർ തെർമോഡൈനാമിക്കൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റത്തെ പഠിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓക്കെ, തെർമോഡൈനാമിക്സിൽ നമ്മൾ സിസ്റ്റത്തെ 3ആയിട്ട് തിരിക്കുന്നത് പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ സിസ്റ്റവും സിസ്റ്റത്തിന്റെ ഒപ്പമുള്ള അനവധിയായ മെന്റൽ ഇമേജസും ഉൾപ്പെട്ട കളക്ഷനെ അഥവാ എൻസംബിളിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു. അത്രയുള്ള അതിൻ്റെ കാര്യം. ലൈക്ക് വി ഹാവ് ഡിവൈഡഡ് ദ സിസ്റ്റം ഇൻ തെർമോഡൈനാമിക്കൽ ഐഡിയാസ് ഇൻ ടു 3 broad categories based on the nature of
the boundary they have in statistical mechanics instead of സിസ്റ്റത്തിന്റെ അതേ സ്ഥാനത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ വരുന്നത് എന്താണ്? എൻസെമ്പിൾ ആണ്. എൻസെമ്പിൾ ഓഫ് സിസ്റ്റം വിച്ച് ഇസ് എ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് ഓഫ് സിസ്റ്റം. വി ക്ലാസിഫൈ എൻസെമ്പിൾസ്. ഓക്കെ, സോ സിസ്റ്റം ഈസ് ഇക്വിവാലന്റ് ടു ദ വേർഡ് സിസ്റ്റത്തിന്റെ അതേ സ്റ്റാറ്റസ് അതിന്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റ്മെക്കിൽ, ഇത് തെർമോഡൈനാമിക്സിലാണ്, ബേസിക്കലി തെർമോഡൈനാമിക്സിലാണ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇൻ സ്റ്റാറ്റ്മെക് വി ഹാവ് ടു ഡു ആവറേജിങ് വേണമെങ്കിൽ ലാർജ് നമ്പർ വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കളക്ഷൻ എടുക്കേണ്ടി വരും. സോ ദിസ് ഇസ് സ്റ്റാറ്റ്മെക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റത്തിന് പകരം എൻസെമ്പിൾ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു, എൻസെമ്പിൾ ഫോർമാലിസത്തിൽ. ഇനി സിസ്റ്റത്തെ തിരിച്ചതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു മേക്ക് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ എൻസെമ്പിൾ. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. സോ ഇറ്റ് ക്യാൻ ബി ഐദർ ദ മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ, it can be the canonical ensemble, or it can be what is known as what? The grand canonical ensemble. I'm writing it as GC. MC, CE and GC, that will be the short forms that we are going to use throughout our discussions. Okay? അപ്പോൾ എൻസെമ്പിൾ, അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇനി നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഓരോ മൊഡ്യൂളും മിക്കവാറും ഈ ഓരോ എൻസെമ്പിളിന്റെ പേരായിരിക്കും. മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് an ensemble means you replace the word with a collection of system with its mental copies. Okay, an ensemble of systems and its mental copies having same number of particles, same number of particles, same volume and same energy throughout. അതായത് ഈ സിസ്റ്റം ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ വളരെ ബ്ലോക്ക് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സ്കെമാറ്റിക് ആണ്, ഇതൊരു ലാറ്റിസ് ഡയഗ്രാം എന്ന് വിളിക്കുക ഇതിന്. ഇത്തരം ഞാൻ താഴെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാമിന് വിളിക്കുന്നത് ലാറ്റിസ് ഡയഗ്രാം എന്നാണ് കേട്ടോ. ലാറ്റിസ് ഡയഗ്രാം എന്ന് പറയുന്നത് ദിസ് ഇസ് ഓൺലി എ സ്കെമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ശരിക്കുള്ളതല്ല, നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യുന്ന സ്കെമാറ്റിക് വിഷ്വലൈസേഷൻ ഓർ റെപ്രസെൻറ്റേഷൻ ആണിത് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസെമ്പിൾസ്. മനസ്സിലൊരു മെന്റൽ പിക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ഒരേ രീതി മെന്റൽ പിക്ചർ വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും ഇങ്ങനെ കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നതായിട്ടൊന്നും കരുതിയേക്കരുത്. ഐ തിങ്ക് യു ആർ ഓൾ ബിയോണ്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ? ഒരു മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്ന എൻസെമ്പിളാണ്. സോ എ മൈക്രോ, ഇതാണ് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും കോർ ഐഡിയ. ആൻഡ് എ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ഈസ് an appropriate description for an isolated system. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ എൻസെമ്പിൾ എന്ന് പറയുന്നത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ആണ്. എന്തായാലും കാരണം എന്ന് ഇവിടെ കണ്ടറിയാം. ഇതിന്റെ മറ്റൊരു പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ്? NVE എൻസെമ്പിൾ എന്ന് പറയുന്നത്. എന്താ NVE എൻസെമ്പിൾ? നമ്മൾ കണ്ടിരുന്നു, മാക്രോ സ്റ്റേറ്റ് സെയിം ആണല്ലോ എൻസെമ്പിളിലെ എല്ലാ മെമ്പേഴ്സിനും. അപ്പം മാക്രോ സ്റ്റേറ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ എൻസെമ്പിൾ വിൽ ബി റെപ്രസെന്റഡ് ബൈ NVE അല്ലേ? അതായത് N കോൺസ്റ്റന്റ് ആണ്, Vയും കോൺസ്റ്റന്റ് ആണ്, Eയും കോൺസ്റ്റന്റ് ആണ്. മറ്റ് വേരിയബിൾസ് ടെമ്പറേച്ചർ മാറാം, ഓക്കെ, പ്രഷർ മാറാം, പക്ഷേ Nഉം V എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ്. ഇനി N കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ നോക്കൂ, ഇത് ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? ഓക്കെ, ഇനി വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഓക്കെ, ഫോർ എ ഗിവൺ സിസ്റ്റം അതൊരു ക്ലോസ്ഡ് വോളിയം ഉണ്ട്, സോ വോളിയം ഈസ് കോൺസ്റ്റന്റ്. എനർജി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദ ബൗണ്ടറി ഷുഡ് ബി ആൻ ഇൻസുലേറ്റിംഗ് ബൗണ്ടറി, ഓർ ദിസ് വൺ ഷുഡ് ബി വാട്ട്? an insulating boundary. Here it is given here. Okay, it's an insulation. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകത നിങ്ങൾ കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തെ പഠിക്കാൻ വേണ്ടി നമ്മൾ പരിഗണിക്കുന്ന എൻസെമ്പിൾ എന്ന് പറയുന്ന പേരാണ് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ. ഓക്കെ, ഫൈൻ, ഐ തിങ്ക് റൈറ്റ്. ഇനി ഒരു മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിനെ നമുക്ക് സ്കെമാറ്റിക് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിൽ കാണാം. ഓക്കെ, ഇവിടെ നോക്കൂ, എന്താണ്? നോക്കൂ, ഈ സിസ്റ്റത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാം കാണിച്ചിരിക്കുന്ന ഓരോന്നും മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഈ മോളിക്യൂൾസ് നിങ്ങൾക്ക് അറിയാം, അവിടെ ആരോ കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് മൂവ് ചെയ്യുന്നു, താഴേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ? ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏതോ ഒരു സമയത്ത് എടുത്തൊരു ഫോട്ടോഗ്രാഫാണെന്ന് കരുതുക, T1 സമയത്ത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ അടുത്ത ഇൻസ്റ്റന്റ് ചിലപ്പോൾ ഈ മോളിക്യൂൾ എന്തായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഈ മോളിക്യൂൾ ചിലപ്പോൾ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. അത് മറ്റൊരു മൈക്രോ സ്റ്റേറ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ എല്ലാവിധ മൈക്രോ സ്റ്റേറ്റുകളെയും പരിഗണിക്കുന്നു. ഇനി ഇതിന്റെ ഓരോ മൈക്രോ സ്റ്റേറ്റ്, T1 സമയത്തിലുള്ള മൈക്രോ സ്റ്റേറ്റിനെ ഞാനിവിടെ EVN എന്നുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. T2 സമയത്തുള്ളത് മറ്റൊരു മൈക്രോ സ്റ്റേറ്റ്, അതിനെ ഞാനിവിടെ തന്നെ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് T3 സമയത്തിലെ മറ്റൊരു മൈക്രോ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൈക്രോ സ്റ്റേറ്റ് ഇങ്ങനെ ഞാനിവിടെ 9 എണ്ണം കാണിച്ചുള്ളൂ, അതിൻ്റെ അർത്ഥം 9 ഉള്ളൂ എന്നല്ല. യു ക്യാൻ ഹാവ് എ ലാർജ് നമ്പർ ഓഫ് സച്ച് തിങ്സ്. ഇങ്ങനെയുള്ള ഇതല്ല നിങ്ങളുടെ കാണേണ്ട കാര്യം. കാൺ യു സീ ദാറ്റ് എവറി മൈക്രോ സ്റ്റേറ്റ് ഹാസ് ബീൻ ഷോൺ ഹാവിംഗ് ദ സെയിം മാക്രോ സ്റ്റേറ്റ് NVE ഓർ EVN. എന്നുള്ള ഓർഡർ മാറ്റി എഴുതിയേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും മാക്രോ സ്റ്റേറ്റ് സെയിം ആണ്, പക്ഷെ മൈക്രോ സ്റ്റേറ്റുകൾ എന്താണ് വ്യത്യസ്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം മൈക്രോ സ്റ്റേറ്റുകളുടെ ഒരു കളക്ഷനെ പറ്റി നമ്മൾ മനസ്സിൽ നിരൂപിക്കുന്നുവെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എൻസംബിൾ. ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ചിത്രത്തിൽ തന്നെ ഇതാ ഇതിൻ്റെ ചുറ്റുമുള്ള ബൗണ്ടറി എന്താണ്, വളരെ ഇൻസുലേറ്റിംഗ് ബൗണ്ടറി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻസുലേറ്റിംഗ് ബൗണ്ടറിയാണ്. സോ ദിസ് ഈസ് ആൻ ഇൻസുലേറ്റിംഗ് ബൗണ്ടറി, കറക്റ്റ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? ദർ ഇസ് നോ എനി തെർമൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദീസ് ടു സിസ്റ്റംസ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സിസ്റ്റം അതിൻ്റെ ബൗണ്ടറിയുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, യാതൊരുവിധ തെർമൽ കോണ്ടാക്റ്റോ എനർജി കോണ്ടാക്റ്റോ നമ്പർ കോണ്ടാക്റ്റോ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഒരു ഇൻസുലേറ്റിംഗ് ബൗണ്ടറി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വളരെ എളുപ്പമാണ് എന്താണ് ഒരു കാനോണിക്കൽ എൻസംബിൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, കാനോണിക്കൽ എൻസംബിളിൻ്റെ പ്രത്യേകത നിങ്ങൾ എപ്പോഴും അതിൻ്റെ രണ്ടാമത്തെ പേരാണ് ഓർത്തിരിക്കേണ്ടത്. കാനോണിക്കൽ എൻസംബിൾ ഈസ് യൂസ്ഫുൾ ടു സ്റ്റഡി വാട്ട് ഈസ് നോൺ ആസ് എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പം നമ്മൾ പറഞ്ഞു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് മൈക്രോ കാനോണിക്കൽ എൻസംബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലോസ് സിസ്റ്റത്തെ പഠിക്കാൻ ഏറ്റവും അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ളത് കാനോണിക്കൽ എൻസംബിൾ ആണ് നമ്മൾ കാണുന്നു. ഓപ്പൺ സിസ്റ്റത്തിനെ പഠിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ളത് എന്താണ്, അതിൻ്റെ പേരാണ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോളൂ, രണ്ടാമത്തത് കാനോണിക്കൽ എൻസംബിളിന്റെ മറ്റൊരു പേര് NVT എൻസംബിൾ എന്നാണ്. ഇതാണ് കാനോണിക്കൽ എൻസംബിളിന്റെ പ്രത്യേകത. നിങ്ങൾ ഈ ചിത്രം നോക്കി അറിയാം. കാനോണിക്കൽ എൻസംബിളിൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ആണ് അല്ലേ, ഇവിടെ ലിഡ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം പാർട്ടിക്കിൾ നമ്പർ എക്സ്ചേഞ്ച് പെർമിറ്റഡ് അല്ല, n ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നോക്കുക ഇതിന്റെ ബൗണ്ടറി എന്തായിട്ട് കാണിച്ചിരിക്കുന്നു, ദ ബൗണ്ടറി ഈസ് എ കണ്ടക്ടിങ് ബൗണ്ടറി ആണ്. ഇതൊരു ഡയാതെർമിക് ബൗണ്ടറി ആണ്. ഇവിടെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് ആണ് അല്ലെങ്കിൽ അഡയാബാറ്റിക് ആണ്. സോ ഹിയർ ദ ബൗണ്ടറി ഈസ് അഡയാബാറ്റിക് ഓർ ഇൻസുലേറ്റിംഗ്. ഹിയർ ദ ബൗണ്ടറി ഈസ് നോട്ട് അഡയാബാറ്റിക്. അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്, പുറത്തുനിന്ന് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇന്റേണൽ എനർജിയിൽ മാറ്റം ഉണ്ടാവാം. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് പറയുന്നു വെച്ചാൽ സംഹൗ ദ ടെമ്പറേച്ചർ ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എടുക്കുകയാണ്. അപ്പോൾ എനർജിയെ മാറാൻ അനുവദിക്കുകയും അതിന് പകരം ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു എൻസംബിൾ, അത്തരത്തിലുള്ള ഒരു എൻസംബിൾ പറയുന്ന പേരാണ് canonical ensemble. Remember, a canonical ensemble is suitable, appropriative ensemble to study the properties, thermodynamical properties of a closed system. ഒരു ക്ലോസ് സിസ്റ്റത്തെ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എൻസംബിളിന്റെ പേരാണ് കാനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാനോണിക്കൽ എൻസംബിളിന്റെ ലാറ്റിസ് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ ചിത്രത്തിൽ. ആദ്യത്തെ ചിത്രമായിട്ട് എന്താ വ്യത്യാസമുള്ളത്? ആദ്യത്തെ ചിത്രത്തിൽ നോക്കുക, എൻസംബിളിലെ ഇടയ്ക്ക് അല്ലേ ഓരോ മെമ്പേഴ്സ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡാ. ഇവിടെ ബ്ലോക്ക് ഡയഗ്രാംസ് ഉള്ളത്. എന്നാൽ ഇവിടെ നോക്കുക നിങ്ങൾ, ദ ബൗണ്ടറീസ് അല്ലേ, ഇതിന്റെ ബൗണ്ടറീസ് എല്ലാം ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എനർജി എക്സ്ചേഞ്ച് ഈസ് പെർമിറ്റഡ്. എനർജി എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി എക്സ്ചേഞ്ച് പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സിസ്റ്റംസ് ആയിട്ട് നമ്മൾ ഇതിനെ കരുതിയാൽ അത് എന്താണ്? ഇറ്റ് ഈസ് ഷോയിങ് വാട്ട് ഈസ് നോൺ ആസ് വാട്ട്, ഇറ്റ് ഈസ് റെപ്രസെന്റിങ് സ്കെമാറ്റിക്കലി വാട്ട് ഈസ് നോൺ ആസ് the canonical ensemble. Now coming to the final one, that is a grand canonical ensemble or mu VT ensemble. ഞാൻ mu എന്നുള്ളത് എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് u എന്ന് എഴുതിയതാണ്. സോ വാട്ട് ഐ മീൻ ഈസ് mu VT ensemble. mu എന്ന് പറഞ്ഞാൽ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. നമുക്കറിയാം എപ്പോഴും നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ വരിക when there is a number change, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് mu VT, അതായത് അവിടെ ദാറ്റ് ഈസ് ബെറ്റർ എൻസംബിൾ ടു സ്റ്റഡി വാട്ട് ഈസ് നോൺ എസ് വാട്ട് ദ ഓപ്പൺ സിസ്റ്റംസ്. ചിത്രം നിങ്ങൾ മനസ്സിൽ കാണാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. ഓപ്പൺ സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് അല്ല, നമ്പർ വേരി ചെയ്യാം, നമ്പർ മേ വേരി. ബൗണ്ടറി എന്ന് പറയുന്നത് കണ്ടക്ടിങ് ബൗണ്ടറി ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ്സ് എനർജി ക്യാൻ ഓൾസോ വേരി. നമ്പറും മാറാം, എനർജിയും മാറാം. അപ്പം നമ്പർ മാറുന്നത് കൊണ്ട് നമ്പറിന് പകരം നമ്മളിവിടെ കൊണ്ടുവരുന്നത് എന്താണ്? മ്യൂ ആണ്. കെമിക്കൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്നൊരു കണ്ടീഷൻ വയ്ക്കുന്നു. എനർജി മാറുന്നതുകൊണ്ട് അതിന് പകരം നമ്മൾ പറയുന്നത് എനർജി മാറാം, പക്ഷേ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുള്ള കണ്ടീഷൻ വയ്ക്കുന്നു. കാരണം കുറച്ച് മൈക്രോസ്കോപ്പിക് കൺസ്റ്റൻസ് വെച്ചാലേ സിസ്റ്റത്തിന് പഠിക്കാൻ എളുപ്പമായി മാറുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓപ്പൺ സിസ്റ്റത്തെ പഠിക്കാൻ അനുയോജ്യമായ എൻസംബിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ്? ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിത്രം, ഒരു ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിളിന്റെ സ്കെമാറ്റിക് ഡയഗ്രാം, അഗെയിൻ ആൻഡ് അഗെയിൻ സ്ട്രെസ്, ദിസ് ഈസ് എ സ്കെമാറ്റിക് ഡയഗ്രാം. സ്കെമാറ്റിക് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ കാണാനേ പാടുള്ളൂ. ഇതിനെ ഇങ്ങനെ ഒരിക്കലും കട്ടകൾ അടുക്കി വെക്കുന്നത് പലപ്പോഴും അതൊക്കെ വളരെ വേഗമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കാണാം പരീക്ഷകളിൽ. ഇറ്റ്സ് എ സ്കെമാറ്റിക് ഡയഗ്രാം. ഇറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ് ദ ആക്ച്വൽ തിങ്. Because the idea of ensemble itself is conceptual one. It's a mental picture നമ്മൾ പറയുന്നത് അല്ലേ. ആ മെന്റൽ പിക്ചറിനൊരു ഒരേ ഭാവം വരാൻ വേണ്ടിയിട്ടാണ് സ്കെമാറ്റിക് ഡയഗ്രാംസ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. എങ്കിലും I leave it to your imagination. So the grand canonical ensemble is schematically represented like this. ഇവിടെ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ടാവും എന്താണ്? ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റിംഗ് ആണ്.
വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് ഇൻ ഓൾ ദ കേസസ് ദ വോളിയം ഈസ് ഫിക്സഡ്. ബട്ട് യു ക്യാൻ സീ ദാറ്റ് ഹിയർ ദ ബൗണ്ടറി ഈസ് റെപ്രസെന്റഡ് ആസ് ബ്രോക്കൺ ഓർ പോർഡ്. പോറസ് ആയിട്ട് ബൗണ്ടറി കാണിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് പെർമിറ്റഡ് ആണ്, മാത്രമല്ല എനർജി എക്സ്ചേഞ്ചും പെർമിറ്റഡ് ആണ്. ഇപ്പോൾ പാർട്ടിക്കൽ എക്സ്ചേഞ്ച് പെർമിറ്റഡ് ആണെങ്കിൽ എത്ര കാലത്തേക്ക് പാർട്ടിക്കൽ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കും? വെൻ μ1 = μ2. μ1 = μ2 എന്ന് പറയുന്ന കെമിക്കൽ പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെയാണ് പാർട്ടിക്കൽ എക്സ്ചേഞ്ചുകൾ നടക്കുക. അതുപോലെ എനർജി എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഹൗ ലോങ് ദ എനർജി എക്സ്ചേഞ്ച് വിൽ കണ്ടിന്യൂ അൺടിൽ ദ ടെമ്പറേച്ചർ T1 = T2. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹിയർ വി കൺസിഡർ ദാറ്റ് ദ സിസ്റ്റംസ് ഹാവ് ഫൈനലി അക്വയർഡ് a constant temperature and constant chemical potential within the given volume. So that's about the different types of ensembles. Now I think you know that the ensemble formalism is a tool to study the statistical behavior of a thermodynamical system, and we based on our requirement, based on the nature of the system that we want to study or analyze, we classify the ensembles into 3 major categories. That doesn't mean that we have only 3 ensembles. Okay, നമ്മളുടെ NV ensemble, NVT ensemble, MUVT ensemble എന്ന് പറഞ്ഞ പോലെ തന്നെ there are more ensembles. For example, there is an ensemble known as NPT ensemble. ധാരാളം ചെയ്യാം കേട്ടോ നമുക്ക് NPT ensemble. അപ്പോൾ നമുക്കറിയാം NPT ensemble എന്താണെന്ന് വെച്ചാൽ വളരെ എന്താണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ നേരത്തെ ഇവിടെ കനോണിക്കലിൽ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതിന് പകരം ഈ ഒരു എൻസംബിളിൽ നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്നുള്ള കണ്ടീഷനാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എൻസംബിൾ വരുന്ന പേരാണ് NPT ensemble. സാധാരണ അതിന് മറ്റു പേര് കൊണ്ട് ഗിബ്സ് എൻസംബിൾ എന്ന് കൂടെ വിളിക്കാറുണ്ട് കേട്ടോ, അല്ലെ ഐസോബാറിക്, ഐസോതെർമൽ എൻസംബിൾ എന്നൊക്കെ നീണ്ട പേരുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എൻസംബിളാണ് NPH ensemble. NPH ensemble. അതിൻ്റെ അർത്ഥം നമ്മുടെ മാക്രോ സ്റ്റേറ്റ് ഏതൊക്കെ വേരിയബിൾ വെച്ചാണോ ഡിഫൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് വ്യത്യസ്ത ടൈപ്പ് ഓഫ് എൻസംബിൾസ് പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, പക്ഷേ നമ്മളെപ്പോഴും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ 3 എൻസംബിൾസ് ധാരാളമാണ്. സഫിഷ്യൻറ്റ്, ഇറ്റ്സ് മോർ ദാൻ സഫിഷ്യൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് 3 എൻസംബിൾസ് വിച്ച് ക്യാൻ ബി ലേറ്റർ എക്സ്റ്റെൻഡഡ് ടു എനി മോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസംബിൾസ് ഇൻ ഫ്യൂച്ചർ. Okay, so that's my just a session on introduction to the ensemble theory, and in the coming days I think we will be developing this concept better, and at the end of our course I hope that you will be able to appreciate the idea of ensembles and its importance in statistical mechanics. Okay, thank you. You may leave. Read on, please. Okay, that's my suggestion. Read it today itself. You can read any material. Okay, you can read your reference textbook until you make a sync. ഓക്കെ, ഈ ആശയങ്ങളുമായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നത് വരെ നിങ്ങൾ വായിക്കുക. എത്രത്തോളം വായിക്കണം എന്നുള്ളതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴാണോ എനിക്ക് എന്തോ മനസ്സിലായി, സോളിഡായിട്ട് എന്തോ ഒരു കോൺസെപ്റ്റ് എനിക്ക് കിട്ടി എന്നുള്ള നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകുന്ന അത്രയും വായിക്കണം. ദാറ്റ്സ് ഓൺലി വാട്ട് ഐ കൻ ടെൽ യു. ഐ ഡോണ്ട് ടെൽ യു ടു റീഡ് 2 books or 3 books or 10 books. I tell you, read and read until you get a feeling that I understood something. Okay, and never stop reading. Thank you.